ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ 41-ാം ശ്ലോകം മുതൽ അർത്ഥം പറയുന്നു. യദർത്ഥൈഹ കർമാണി വിദ്വന്മാന്യ അസകൃന്നരഃ വിദ്വന്മാനി അസകൃത് നരഃ കരോത്യതോ വിപര്യാസം അമോഘം വിന്ദതേ ഫലം. യദർത്ഥൈഹ കർമാണി വിദ്വന്മാനി അസകൃത് നരഃ കരോത്യതോ വിപര്യാസം അമോഘം വിന്ദതേ ഫലം. ഇതൊന്നും മാത്രമല്ല, പലതരത്തിലുള്ള വിഷയസുഖ സാധനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട്, സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് കൃഷി, കച്ചവടം മുതലായ കർമ്മങ്ങൾ മനുഷ്യൻ നടത്തുന്നുവോ പലപ്പോഴും അവൻ ആഗ്രഹിക്കുന്നതിന് വിപരീത ഫലമാണ് ഉണ്ടാകുന്നത്. സത്യമല്ലേ? കൃഷിക്ക് നാശമുണ്ടാകും. അവൻ ഉദ്ദേശിക്കുന്നത് നന്നായി ഉണ്ടാകണം. ഒരു വാണിജ്യം നടത്തുന്നത്, ഒരു കച്ചവടം നടത്തുന്നതും വളരെ നന്നാകണം, ഇതിനകത്ത് പുരോഗതി പ്രാപിക്കണം എന്നൊക്കെ ഓർത്ത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന നേരെ മറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിപരീതമായി വരുന്നതെന്ന് അവൻ തന്നെത്താൻ വിദ്വാനെന്ന് അഭിമാനിക്കുന്നു. അതാണ്, ഞാനൊരു മിടുക്കരാണെന്ന് സ്വയം അഭിമാനിക്കുന്നു. അതുപോലെ വളരെ ജ്ഞാനികളായിട്ടുള്ളവരുടെ ഉപദേശത്തെ ശ്രദ്ധിക്കുന്നില്ല. അവരോട് ഒരു ഉപദേശങ്ങളൊന്നും ചോദിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ പറ്റുന്നതെന്ന്. ഇതിൽ നിന്ന് സിദ്ധിക്കുന്ന കാര്യം എന്തെന്നാൽ, കർമ്മങ്ങളിൽ നിന്ന് ഉദ്ദിഷ്ട സുഖപ്രാപ്തി ഉണ്ടാകാത്തത് കൊണ്ട്, കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കൃഷി, കച്ചവടമൊക്കെ. അതുകൊണ്ട് നമുക്ക് സുഖപ്രാപ്തി ഉണ്ടാകുന്നില്ല. കാരണം പലപ്പോഴും ദോഷമാണ് ഉണ്ടാകുന്നത്, വിപരീതമാണ് ഫലമുണ്ടാകുന്നത്. അതുകൊണ്ട് വിഷയസുഖ സമ്പാദനത്തിനായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു ബുദ്ധിയുള്ളവനും ഉചിതമല്ല. ബുദ്ധിയുള്ളവനൊന്നും ഈ വിഷയസുഖങ്ങളിൽ ഓരോന്ന് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയില്ല. കാരണം അത് ഇറങ്ങിത്തിരിച്ചാൽ പൈസ വേണമല്ലോ വാങ്ങിക്കാൻ. പൈസ ഉണ്ടാക്കാനുള്ള പാടുപെട്ടില്ല, അപ്പം തന്നെ നമ്മൾ ദുഃഖത്തിലാകും. എന്നിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റാതെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പിന്നെയും വില കൂടി പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ വിഷമിക്കും. അപ്പോൾ അതിൻ്റെ പുറകെ പോയി കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ബുദ്ധിമുട്ടി വിഷമിച്ച് ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചാൽ സുഖമാകുമെന്ന് ഓർത്താണല്ലോ ചെയ്യുന്നത്. വേണം എന്നുള്ള ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാണ്? അത് കിട്ടിയാൽ നല്ലതാണെന്ന് ഓർത്തിട്ടില്ലേ? കിട്ടാനുള്ള സാധ്യത പോലും വളരെ വിദൂരമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദുഃഖമാവും. അഥവാ കിട്ടിയാലത് പോകാതിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിക്കും. അത് പിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ. ഇനി അഥവാ ഇതെല്ലാം കഴിഞ്ഞ് നഷ്ടപ്പെട്ടാലോ? നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം. ഇതൊന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ ഇതൊന്നും വേണ്ടെന്ന് വെച്ചാൽ എളുപ്പമല്ലേ? പക്ഷേ അതൊരു നിഷ്ക്രിയത്വം ഉണ്ടാക്കില്ലേ? അത് ഭഗവത്ഗീതയ്ക്കകത്ത് പോകണം കേട്ടോ. ഇവിടെ നമുക്ക് ഭാഗവതത്തിൽ ഇത് പറയാൻ പറ്റില്ല. കാരണം ഭഗവത്ഗീത കുറച്ചുകൂടെ നമ്മളെ സംബന്ധിച്ച്, അതായത് നമ്മളെപ്പോലെ സാധാരണ വ്യാപാരത്തിൽ വിഹരിക്കുന്ന നമ്മൾ കടന്നു പോകുന്ന ഒരു ഗൃഹസ്ഥനെന്നല്ല, ഏത് വിഭാഗത്തിനും ആശ്രയിക്കാവുന്ന ഒന്ന് ഭഗവത്ഗീതയാണ്. അവിടെ കർമ്മങ്ങളുടെ അതിനെക്കുറിച്ച്, കർമ്മയോഗത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭാഗവതത്തിൽ ഭക്തിക്ക് പ്രാധാന്യം നൽകി മാത്രമായതുകൊണ്ട്, കാരണം ഇതൊരു ആധ്യാത്മിക ഗ്രന്ഥമായതുകൊണ്ട് അതിനെ ആസ്പദമാക്കി പറയുമ്പോഴും വേറൊരിടത്തുണ്ട് എന്ന് പറഞ്ഞു തരേണ്ടത് അറിയാവുന്ന ആളുടെ കടമയായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ ശരിക്കും ഭഗവത്ഗീത നന്നായി മനസ്സിൽ ഉറപ്പിക്കണം. എങ്കിൽ മാത്രമേ സാധ്യമാകൂ. അത് ഭഗവത്ഗീതയ്ക്കകത്ത് കർമ്മയോഗത്തിനും പ്രാധാന്യം കൊടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച് ഭക്തിയോഗത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ വ്യവഹാരത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നിന്ന് വിട്ടുപോവുക എന്നാണ് ഭാഗവതം പറയുന്നത്. അതായത് ഭക്തിയുടെ മാർഗത്തിലോട്ട് തിരിയുക മാത്രമാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഭക്തിയുടെ മാർഗത്തിലോട്ട് തിരിയുന്നവർക്ക് വേണ്ടി ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം അവരെ വിഷയങ്ങളിലോട്ട് ചിന്തിച്ചാൽ, വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ ശ്ലോകത്തിൽ തന്നെ അതിനകത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നു. ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതല്ല, വേറെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഉദാഹരണമല്ല ഇങ്ങനെയെന്നുള്ളത്, അങ്ങനെ ഉപമിച്ച് പറയുന്നതല്ല. ഈ സത്യം എന്താ? വിഷയസുഖങ്ങളെ തേടിപ്പോകുന്നതിന് സുഖമുണ്ടാവുകയില്ല. അതുകൊണ്ട് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആ വിഷയസുഖങ്ങളെ തേടി പോകേണ്ടതില്ല. പരമചൈതന്യമായ സദാ ഉള്ളതുമായ നിത്യമായ സത്യമായ
ആനന്ദ സ്വരൂപനായ ഭഗവാനെ ഉപാസിക്കാനാണ് പറഞ്ഞത്. ഭഗവാനോട് ചേർന്ന് നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുമെന്നാണ് ഇവിടെ സത്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ദുഃഖമുണ്ടാവുകയില്ലെന്ന്. മനസ്സിലായോ? ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്, കൂവളം കെട്ടടം, നാരകം നട്ടടം, പിന്നെ നാരി ഭരിച്ചടം, അങ്ങനെ 2-3 കാര്യങ്ങളല്ലേ. നായ പെറ്റടം, നായ പട്ടി പ്രസവിക്കുന്ന, അങ്ങനത്തെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. നാരകം നട്ടടം, കൂവളം കെട്ടടം, പെറ്റടം, നാരി ഭരിച്ചടം എല്ലാം നശിച്ചു പോകുമെന്ന് ഒരു പറച്ചിലുണ്ട്. അതിൽ ഈ കൂവളത്തിൻ്റെ കാര്യം എടുക്കാം നമുക്കിപ്പോൾ. ഇവിടെ ഉദാഹരണത്തിന് കൂവളം കെട്ടാൽ ദോഷമായിരിക്കും, തീർച്ചയായിട്ടും ദോഷമായിരിക്കും. കാരണം അത്രയും നല്ലൊരു വൃക്ഷത്തിന് കേട് വന്നാലേ അത് നശിച്ചു പോവുകയുള്ളൂ. ആ കൂവളം അത് വെട്ടിയത് കൊണ്ടോ ഇരുമ്പ് കൊള്ളാൻ പാടില്ലെന്ന് പറയും. പിന്നെ അത് കേട് വരും. അത് കേട് വരുന്ന സാധാരണ എങ്ങും കേട് വരികയില്ല. അത് വെട്ടും. കുറച്ച് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് വെട്ടിക്കഴിയുമ്പോൾ അതിനകത്തൂടെ ഈർപ്പം ഇറങ്ങിയിട്ട് വെള്ളം വീഴുന്ന സ്ഥലത്ത്, മഴയുള്ളാകുന്ന സ്ഥലത്ത് അതിനകത്ത് കുറേശ്ശെ ആ വെട്ടിയ മുറി കൂടി ഈർപ്പം ഇറങ്ങി അങ്ങ് അടിവേര് വരെ ചെന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. കുറേ നാൾ കൊണ്ടേ അത് നമ്മൾ അറിയുള്ളൂ. അത് അങ്ങനെ ഉണ്ടാകാറുണ്ട്. അല്ലാതെ സാധാരണ കൂവളം നശിക്കാറില്ല. പറയുന്നത് ശരിയായിരിക്കും. കൂവളം എന്ന് പറഞ്ഞൊരു വളരെ വിശിഷ്ടമായ ഒരു ഔഷധ ചെടിയാണ്. കൂടാതെ നമ്മുടെ പൂജയ്ക്ക്, മഹാദേവൻ്റെ പൂജയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് കൂവളം. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞു വരുന്ന കഥ എന്താണെന്ന് നിങ്ങൾ ഓർക്കില്ല. ഇത്രയേ ഉള്ളൂ. കൂവളം കെട്ടടം. അത് കെടാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പറയും, ആദ്യമൊക്കെ എല്ലാവരും ഉത്തരം ചോദിക്കുമ്പോൾ പറയും എന്താണ് ഉത്തരം എന്ന് ചോദിക്കുമ്പോൾ അത് സൂക്ഷിക്കണം, അതൊക്കെ ചെയ്തു. എന്നാലും കെട്ടുപോകുമോ? അപ്പോൾ ഇതുപോലെ വെട്ടിയാൽ കെട്ടുപോകും. അപ്പോൾ വെട്ടാതിരിക്കണം. അങ്ങനെ ഉത്തരങ്ങൾ കിട്ടും. കിട്ടിയതൊന്നും അല്ലാതെ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും കൂവളം കെട്ടാൽ എന്ത് ചെയ്യും? പിന്നെ എന്താ ചെയ്യേണ്ടത്? കൂവളം കെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉത്തരം നിസ്സാരം. കൂവളം വയ്ക്കാതിരിക്കുക. എളുപ്പമല്ലേ ഉത്തരം? അതിനകത്ത് വല്ല ലോജിക്കുമുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. വിഷയസുഖങ്ങളെ അന്വേഷിച്ച് പോകേണ്ട, ഭഗവാനെ അന്വേഷിച്ച് പോകുക എന്ന് പറഞ്ഞാൽ വിഷയസുഖങ്ങളൊന്നും വേണ്ടെന്ന് വെക്കുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വേറെ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്, ഭഗവത്ഗീത. അത് ഉപാസിക്കുക, അത് പഠിക്കുക, അത് മനസ്സിലാക്കുക. എങ്കിൽ ഈ കാര്യം മനസ്സിലാകും നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഭക്തനായി കഴിഞ്ഞാൽ, എല്ലാം ഉപേക്ഷിച്ച് ഭക്തനായി കഴിഞ്ഞ ഒരാളാണ് വ്യാസൻ. ആ വ്യാസന് പോലും അകൃതാർത്ഥത വന്നപ്പോഴാണ് നാരദർ പറഞ്ഞത്, ഭഗവാനെ കീർത്തിക്കുന്ന ഭഗവാന്റെ ലീലകളെ വളരെയധികം കീർത്തിക്കുന്ന ഒരു ഗ്രന്ഥം എഴുതും, നിനക്ക് സമാധാനം കിട്ടുമെന്ന്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടൊരു വലിയൊരിത്. ആ ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാം വിരക്തി വന്ന വ്യാസൻ ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയ ആ കൃതി, അത് പഠിക്കാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇതേ പറയുള്ളൂ. അപ്പം നമ്മൾ അത് മുഴുവനായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കരുത്. നമുക്ക് സാധ്യമല്ലാത്തൊരു കാര്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ അതേ ഒരു മാർഗ്ഗമുള്ളൂ. ദുഃഖമില്ലാതാക്കാൻ അത് മാത്രമേ മാർഗ്ഗമുള്ളൂ. ഭക്തിയിലോട്ട് തിരിയണമെങ്കിൽ സുഖങ്ങളിലോടുള്ള ആഗ്രഹം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. അത് നമ്മളാൽ അസാധ്യമായതുകൊണ്ടാണ് നമ്മൾക്കെപ്പോഴും ദുഃഖമുണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത്. സുഖായ ദുഃഖമോക്ഷായ സങ്കൽപ്പൈഹ കർമ്മിണഃ സദാപ്നോതീഹയാ ദുഃഖം അനീഹായ സുഖാവൃതഃ. സുഖായ ദുഃഖമോക്ഷായ സങ്കൽപ്പൈഹ കർമ്മിണഃ സദാപ്നോതീഹയാ ദുഃഖം അനീഹായ സുഖാവൃതഃ. ഇത് ഒന്നുകൂടെ സ്പഷ്ടമാക്കുന്നൊരു ശ്ലോകമെന്നേ ഉള്ളൂ. ഈ ലോകത്തിലെ കർമ്മം ചെയ്യുന്നവർക്കെല്ലാം സുഖമുണ്ടാവാനും ദുഃഖമുണ്ടാകാതെ ഇരിക്കാനും സങ്കല്പിച്ചാണ് കർമ്മം ചെയ്തത്. എന്നാൽ അതിൽ നിന്ന് എപ്പോഴും ദുഃഖം മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മൾ പ്രവൃത്തി ഒന്നും ഇല്ലാതെ സദാ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും അല്ലേ? എല്ലാ യന്ത്രങ്ങളും നമ്മുടെ സകലതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ലൈറ്റ് അണച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ ഉറങ്ങും. ആ ഉറക്കത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് നല്ല സുഖമല്ലേ? അതുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നത്. അവിടെ ഉഷ്ണം വന്ന് ചൂട് വന്ന് ഉറങ്ങാതിരുന്നാൽ നമ്മൾ പറയും, അയ്യോ ഇന്നലെ രാത്രി കാളരാത്രിയായിരുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ഉഷ്ണിച്ചു. അപ്പോൾ അതൊരു കർമ്മമായി. അത് നമ്മൾ ഉറങ്ങണം. നമ്മൾ സുഷുപ്തിയിലാകണം. നമ്മൾ അടങ്ങണം. എല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ അടങ്ങണം. അപ്പോൾ ഈ ഉഷ്ണം എന്ന് പറയുന്നത് നമ്മുടെ ത്വക്കിനെ ബാധിക്കുന്ന, ആ ഇന്ദ്രിയത്തെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ ഉണരുന്നു.
ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ സിദ്ധിക്കുന്ന സുഖം വിഷയ അത് ആകയാൽ സുഖം ഉണ്ടാകുന്നത് ഒരു പ്രവൃത്തിയിൽ നിന്നല്ല, ഒരു കർമ്മത്തിൽ നിന്നൊരിക്കലും സുഖം കിട്ടുകയില്ല. അതാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആത്മസ്വരൂപമായ സുഖമാണ്. അത് ശ്രദ്ധിച്ചാൽ എപ്പോഴും സുഖമായിരിക്കും. എന്തുകൊണ്ടാണ് അത്? ആത്മാവിന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ആത്മസ്വരൂപമായ സുഖമാണ്. ആത്മസ്വരൂപത്തിനെ അന്വേഷിക്കുന്നവന് സുഖമുണ്ടാകും. ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ എന്നാ? സച്ചിദാനന്ദമാണ്. സത്തും ചിത്തും ആനന്ദമയവുമാണ്. ആനന്ദത്തിനെ ആശ്രയിക്കുന്നവർക്ക് ആനന്ദമുണ്ടാകുന്നു. അതിനിപ്പോൾ അത്ര പറയാനൊന്നുമില്ല. പഞ്ചസാര തിന്നുന്നവന് മധുരം ഉണ്ടാകുന്നു. പാവയ്ക്ക വായിലിട്ട് കടിക്കുന്നവന് കയ്പുണ്ടാകുന്നു. അത് രണ്ടും നമുക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ടതില്ല. അപ്പോൾ വിഷയസുഖ സമ്പാദന പ്രയത്നത്തിൽ നിന്ന് വിരമിക്കണം, ഇനി മാറണം. നിത്യാനന്ദം ലഭിക്കുമെന്നതിൽ ഒരു സംശയത്തിനും അവകാശമില്ല. അത് പൂർണ്ണമാണ്. നമ്മൾ പൂർണ്ണമായിട്ട് ഈ വിഷയസുഖങ്ങളിൽ നിന്ന് വിടണം. ഇതൊന്നും എനിക്ക് വേണ്ട എന്നങ്ങ് മാറ്റി വെക്കണം സകലതിനെയും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കീഴ്മേൽ നോക്കാനുണ്ടോ? ഒന്നും വേണ്ട. ആ ശരീരത്തിനെ നിലനിർത്താനുള്ള ശകല അന്നം കിട്ടിയാൽ മതി. വേറെ ഒന്നും വേണ്ട. ഒരു തുണിക്ക് അതും കൂടെ വേണം. അതും കൂടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അഘോരികൾക്ക് അതും വേണ്ട എന്ന് പറയുക. അപ്പോൾ അവർ പരമാനന്ദ സുഖം അനുഭവിക്കുന്നവരാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ സുഖമുണ്ടെങ്കിൽ കർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. കാമാൻ കാമയതേ കാമ്യൈർ യദർത്ഥമിക പൂരുഷഃ സവൈ ദേഹസ്തു പാരക്യോ ഭുങ്കുര ഭൂ അല്ല കേട്ടോ, ഭങ്കുര അക്ഷരത്തെറ്റുണ്ട്. നിങ്ങളുടെ ആരുടെയും പുസ്തകത്തിൽ ഭൂ എന്ന് എഴുതിയിട്ടുണ്ട്, അത് മാറ്റിക്കോണം കേട്ടോ. ഞാൻ വായിച്ച പുസ്തകത്തിൽ ഭുങ്കുരോ എന്നുണ്ട്. ഭുങ്കുരോ അല്ല, ഭങ്കുരോ യാതി ഉപൈതി ച പോകുന്നു, ഉപൈതി ച വരികയും ചെയ്യുന്നു, പോവുകയും വരികയും ചെയ്യുന്നു. യാതി ഉപൈതി ച. അപ്പോൾ ഏതെങ്കിലും ഉദ്ദേശിച്ച് നമ്മൾ കർമ്മം ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം എന്തുവാകട്ടെ അത് ക്ഷണത്തിൽ നശിക്കുന്നതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകുന്നതാണ്. അത് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഒരു സ്ഥിരതയില്ല. സ്ഥിരതയില്ലാത്തതിനൊരിക്കലും നമുക്ക് സന്തോഷം തരാൻ പറ്റുകയില്ലല്ലേ. അസ്ഥിരമല്ലാത്തൊരു സാധനം നമ്മുടെ കിട്ടിയിട്ടുണ്ട്, അതിന് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ദുഃഖം വരുമെന്ന് ഉറപ്പാണ് അല്ലേ. നമ്മളൊരു വാച്ച് കടയിൽ നിന്ന് വാങ്ങിച്ചു. നമ്മളെപ്പോഴും ഓർക്കുന്നുണ്ടോ, എൻ്റെ ജന്മത്തിലേക്ക് ഇത് മതി, ഇനി എനിക്ക് ഒരിക്കലും വാച്ചിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരികയായിരുന്നു ഓർത്ത് ആരെങ്കിലും വാച്ച് വാങ്ങിക്കാറുണ്ടോ? ഇല്ല. എന്താ, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കേടാകുമെന്ന് നമുക്കറിയാം. നമുക്കതിനെ വാങ്ങിക്കുമ്പോഴേ അറിയാം അത് കേടാകുമെന്ന്. അതുകൊണ്ട് ഏത് വിലപിടിപ്പുള്ള സാധനങ്ങളാണെങ്കിലും നമുക്കറിയാം ഇതെന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയില്ല, കുറച്ച് കഴിയുമ്പോൾ പോകും. അപ്പോൾ പോകുമ്പോൾ ദുഃഖം ഉണ്ടാകുമെന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടേ വാങ്ങിക്കാവൂ. കിമു വ്യവഹിത ആപത്യ ധാരാഗാര ധനാദയ രാജ്യം കോശ ഗജാമാത്യ ഭൃത്യാപ്ത മമതാസ്പദ. കിമു വ്യവഹിത ആപത്യം എന്ന് പറഞ്ഞാൽ സന്താനം, ധാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യമാർ, അകാരം ഭവനം, ധനം ഉപയോഗ അർഹ സാധനം എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും പിന്നീട് ഉപയോഗിക്കാവുന്ന ഒരു സാധനത്തിന് ധനം എന്ന് പറയാം. സ്വർണ്ണത്തിന് അതുകൊണ്ട് ധനം എന്ന് പറയുന്ന കൂട്ടത്തിൽ വെച്ചിരിക്കുന്നത്. പിന്നീട് നമുക്കത് പണമാക്കി മാറ്റാവുന്നതാണ്. കോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദിച്ച് വെക്കുന്ന പാത്രം അല്ലെങ്കിൽ ഭണ്ഡാരം. പിന്നെ അകാരം ഗജം ആന, അമാത്യൻ മന്ത്രിമാർ, ഭൃത്യൻ ദാസന്മാർ, ആപ്തൻ വിശ്വാസയോഗ്യന്മാർ, മമതാസ്പദ എൻ്റേതെന്ന ഭാവത്തിൻ്റെ വിഷയങ്ങൾ. അതുകൊണ്ട് ഈ സാക്ഷാൽ സംബന്ധിക്കപ്പെട്ടിരിക്കുന്നതും ഞാനെന്ന ഭാവത്തിന് ആസ്പദവുമായ ദേഹം, ഈ ദേഹമാണ് ഇതിനെല്ലാം കാരണം. എന്തുകൊണ്ടാണ്? ദേഹം ഞാനാണെന്ന് നമ്മൾ ധരിക്കുന്നു എന്നാണ് പറയുന്നത്. എൻ്റേതെന്ന ഭാവത്തിന് ആസ്പദങ്ങളായിരിക്കുന്നവയും സ്വശരീരത്തിൽ നിന്ന് അകന്നവയുമായ പുത്രാദികൾ, ഭാര്യമാർ, വീട്, ധനം, രാജ്യം, ആന, കുതിര എന്നുള്ള ആ വാഹനങ്ങളോ, അല്ലെങ്കിൽ ഇപ്പം അന്നത്തെ കാലത്ത് പറയുന്നതാണ് കേട്ടോ, ഇപ്പോൾ കാറ്, വണ്ടി എന്നൊക്കെ പറയാം. മന്ത്രിമാർ, ഭൃത്യന്മാർ, നമ്മളുടെ വാക്കുകളെ അനുസരിക്കുന്നവർ, അതുപോലെ സ്നേഹിതന്മാർ മുതലായവർ, ഇതെല്ലാം നമുക്ക് ബാധ്യതയാണെന്ന് പറഞ്ഞു വെക്കുന്നു. കിമേതൈരാത്മനസ്തുച്ഛൈഃ സഹദേഹേന നശ്വരൈഃ അനർദ്ധൈർ അർത്ഥസങ്കാശൈർ. അതൊന്ന് പിരിച്ച് എഴുതി വെച്ചോ. അനർദ്ധൈർ അർത്ഥസങ്കാശൈർ നിത്യാനന്ദ മഹോദധേ.
കിമേതൈർ ആത്മനതുച്ഛൈ തീരെ തുച്ഛമാണെന്ന്. കിമേതൈരാത്മനതുച്ഛൈ സഹദേഹേന നശ്വരൈ അനർദ്ധൈരർത്ഥസങ്കാശൈർ നിത്യാനന്ദ മഹോദധേ. ഇതെല്ലാം ഇതിന് മുമ്പേ പറഞ്ഞത് തന്നെ. വീണ്ടും അത് ഒന്നുകൂടെ ഉറപ്പിച്ച് ഞാൻ ആ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഇതെല്ലാം ഈ ഭാഗമെല്ലാം അടങ്ങിയിട്ടുണ്ട്. നിരൂപ്യതാമിഹ സ്വാർത്ഥ കിയാൻ ദേഹഭൃതോസുര നിഷേകാദിഷു അവസ്ഥാസു ക്ലിശ്യമാനസ്യ കർമ്മഭിഃ നിരൂപ്യതാം ഇഹ സ്വാർത്ഥഃ കിയാൻ സ്വാർത്ഥ. എത്രത്തോളം സ്വപ്രയോജനമുണ്ടെന്ന് വിചാരിക്കപ്പെട്ടാലും അതിനൊന്നും പ്രയോജനം ഉണ്ടാവുകയില്ല. കർമാണ്യാരഭതേ ദേഹേനാത്മാനുവർത്തിന കർമ്മഭിസ്തനുതേ ദേഹം ഉഭയം അവിവേകതഃ. അവിവേകതയാണ് ത്വാവിവേകതയായത്. കർമാണി ആരഭ്യതേ ദേഹി കർമാണ്യാരഭ്യതേ ദേഹി ആരഭതേ. തെറ്റിയതാണ്, എനിക്ക് വായിച്ചത് തെറ്റിയതാ, പുസ്തകത്തിലെ തെറ്റല്ല കേട്ടോ. കർമാണി ആരഭതേ ദേഹി ദേഹേനാത്മാനുവർത്തിന കർമ്മഭിസ്തനുതേ ദേഹം ഉഭയം തു അവിവേകതഃ. ഒന്നുകൂടെ വായിക്കാമേ. കർമാണി ആരഭതേ ദേഹി ദേഹേനാത്മാനുവർത്തിന കർമ്മഭിസ്തനുതേ ദേഹം ഉഭയം തു അവിവേകതഃ. എല്ലാവരും തിരിക്കുമെന്ന് കരുതുന്നു. തസ്മാത് അർത്ഥാശ്ച കാമാശ്ച ധർമാശ്ച യദപാശ്രയാഃ ഭജതാനീഹയാത്മാനം. അവിടെ നിർത്തണം. പിന്നെ മാ വെട്ടിയിട്ട് അനീഹം ഹരിമീശ്വരം. തസ്മാത് അർത്ഥാശ്ച കാമാശ്ച ധർമാശ്ച യദപാശ്രയാഃ ഭജതാനീഹയാത്മാനം അനീഹം ഹരിമീശ്വരം. ഈ പറഞ്ഞൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ദുഃഖങ്ങളെ, ഈ ഭക്തന്മാരുടെ സംസാരത്തിന് ക്ലേശങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന ഈശ്വരനെ നിങ്ങൾ ഭജിക്കൂ. ആ ഈശ്വരൻ തന്നെയാണ് ആത്മാവായിരിക്കുന്നവൻ. അതുകൊണ്ട് യാതൊരു കർമ്മവും ചെയ്യുന്നവനല്ല ഈ ഭഗവാൻ. അർത്ഥകാമ ധർമ്മങ്ങൾ അവനെ ആശ്രയിച്ചാണിരിക്കുന്നത്, ഭഗവാനെ ആശ്രയിച്ചാണിരിക്കുന്നത്. അതിനാൽ ഈശ്വരനെ ഭജിക്കുന്നവർക്ക് വേറെ ഒന്നും വേണ്ട, തന്നെ ബാക്കിയുള്ളതെല്ലാം വന്നുകൊള്ളും എന്നാണ് പറഞ്ഞത്. സർവേഷാമഭിഭൂതാനാം ഹരിരാത്മേശ്വരപ്രിയഃ ഭൂതൈർമഹദ്ഭിസ്വകൃതൈഃ കൃതാനാം ജീവസഞ്ജ്ഞിതഃ. സർവേഷാമഭിഭൂതാനാം ഹരിരാത്മേശ്വരപ്രിയ ഭൂതൈർമഹദ്ഭിസ്വകൃതൈഃ കൃതാനാം ജീവസഞ്ജ്ഞിതഃ. ദേവോസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവയേവ ച ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാദ് യഥാ വയം. മുകുന്ദചരണത്തെ പൂജിച്ചോളൂ. ദേവൻ, അസുരൻ, മനുഷ്യൻ, യക്ഷൻ, ഗന്ധർവൻ അങ്ങനെയുള്ള കുറേ പേരുണ്ട്. ആ ജാതിമാനഭേദം ഒന്നും വിചാരിക്കാതെ ഈ സംസാര ദുഃഖത്തെ തീർത്ത് മോക്ഷത്തെ ദാനം ചെയ്യുന്ന ഭഗവാനെ ഭജിച്ചാൽ നമ്മളെപ്പോലെ തന്നെ അനിഷ്ടവൃത്തിയും ഇഷ്ടപ്രാപ്തിയും ഉള്ളവരായി വരും. നമുക്ക് എന്നുവെച്ചാൽ നമുക്ക് മോക്ഷം കിട്ടും. നമുക്കെപ്പോഴും സന്തോഷകരമായി ഇരിക്കാം. ദേവോസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവയേവ ച ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാദ് യഥാവയം. നാലം ദ്വിജത്വം ദേവത്വം, അവിടെ നിർത്തണം. പിന്നെ ഋഷിത്വം വാസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോ നേജ്യ ന ശൗചം ന വ്രതാനി ച പ്രീയതേ മലയാ ഭക്ത്യാ ഹരിരന്യത് വിഡംബനം. നാലം ദ്വിജത്വം ദേവത്വം, അതെല്ലാം അങ്ങനെ വായിക്കണം. നാലം ന അലം ആണ്, മതിയായതല്ല ഒന്നും. നാലം ദ്വിജത്വം ദേവത്വം, പിന്നെ ഋഷിത്വം വാസുരാത്മജ ആത്മജാഹ നീട്ടുണ്ട്. പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ബഹുജ്ഞത ന ബഹുജ്ഞത ന ദാനം ന തപോ നേജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ മലയാ ഭക്ത്യാ ഹരിരന്യത് വിഡംബനം.
നമ്മൾ അസുരന്മാരല്ലേ, അതുപോലെ മഹാവിഷ്ണുവിനെ ഭജിക്കാൻ അധികാരമുള്ളവരാണോ എന്ന ഒരു സംശയമൊന്നും വേണ്ട. അസുരപുത്രന്മാരെ ബ്രാഹ്മണത്വം മുതലായ ജാതി വിശേഷമോ ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്നതാ, ഞാനായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒന്നുമല്ല. ദേവാദി സ്വരൂപ മാഹാത്മ്യമോ, ഓരോ ദേവന്മാരുടെ ഗുണഗണങ്ങളോ, ഋഷിത്വം, അതായത് ഋഷിവര്യനായ സന്യാസിവര്യനായ ആ മുതലായ അതീന്ദ്രിയ ദർശന സാമർഥ്യം. അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തത് കാണുന്നതിനാണ് അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഋഷിമാർ അതൊന്നും സദ്വൃത്ത ആദികളായ ആചാരവിശേഷമോ നല്ല എല്ലാ സത്ത് സ്വരൂപം ആയിട്ടുള്ള ചിന്തകളോ വിശേഷങ്ങളോ ജനനമോ ജന്മമോ അതുപോലെ നല്ല പാത്രത്തിൽ വിത്താദികൾ സമർപ്പിക്കുന്നതായ ദാനശീലം, ഒരുപാട് ദാനം ചെയ്തു അത് നല്ല പാത്രത്തിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തു, നല്ല ശുദ്ധിയായിട്ട് കൊടുത്തു. അതുകൊണ്ടോ കൃച്ഛ്ര ചാന്ദ്രായണാദികളിൽ നിഷ്ഠയോടിരിക്കുന്നതിന്, അതായത് പൗർണമിക്കും പിന്നെ ആ ഓരോ ദിവസങ്ങളിൽ തിഥികളിലൊക്കെ നൊയമ്പെടുത്ത വ്രതം, അത് എല്ലാ വ്രതത്തെയും ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കൃച്ഛ്ര ചാന്ദ്രായണാദികളിൽ നിഷ്ഠയോടു കൂടിയിരിക്കുന്ന തപസ്സോ അതൊന്നും, അതുപോലെ പ്രജാപത്യാദി വ്രതാനുഷ്ഠാനങ്ങളോ ശുദ്ധിയോ സ്നാനാദിജന്യമായ, അതായത് സ്നാനം കൊണ്ടുള്ള ശുദ്ധിയോ വ്രതങ്ങളോ മുകുന്ദപ്രീതിയെ ജനിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളല്ല. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രാം അധ്യായത്തിൽ? 7-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ 51 52 ശ്ലോകങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതിനകത്ത് 4 ദ്വിജത്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരായെന്നുള്ള അവസ്ഥ, ദേവത്വം, ഋഷിത്വം, വാസുരാത്മജ അസുരാത്മജ, പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത, ഇതൊന്നും കാരണമല്ല. ഇന്ന് അസുരന്മാരാണെന്നുള്ളതോ ജാതി മതങ്ങളോ ഒന്നും കാരണമല്ലെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പ്രത്യേകം പറയാതെ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. യാതൊരു ഫലത്തെയും കാംക്ഷിക്കാതെ, ഒരു ഫലത്തെയും കാംക്ഷിക്കാതെ പരമപ്രീതി ലക്ഷണമായിരിക്കുന്ന ഭക്തി ഒന്നിനാൽ മാത്രം മുകുന്ദൻ പ്രസാദിക്കും, ഭഗവാൻ പ്രസാദിക്കും. അന്യ സാധനങ്ങളെല്ലാം കേവലം നാട്യത്തിന് മാത്രമുള്ളവയാകുന്നു. ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന അർത്ഥം ഞാനിത് മനസ്സിലാക്കിയിട്ട് രണ്ട് ലൈനുണ്ട്, അതിൻ്റെ അർത്ഥമൊക്കെ കൂടെ ഒന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞത്. ഇതിനകത്ത് മറ്റ് അന്യ സാധനങ്ങൾ, ഇത് വായിക്കുന്നതാണ് കേട്ടോ, ഇത് ഞാനിതിപ്പം ബാക്കി ഞാൻ പറയുന്നത് പോലെയല്ല, ഇത് ഞാൻ ഇതിനായി പുസ്തകത്തിൽ എഴുതി വെച്ചത്. കാരണം ഒട്ടും അതിനകത്ത് ഒരു മാറ്റവും വരാതിരിക്കാൻ അതിനകത്ത് എൻ്റെ ഒരു പൊടിപ്പും തൊങ്ങലും ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഒരു കാര്യവുമില്ല. ഭക്തിക്ക് വേണ്ടത് ഇതൊന്നും വേണ്ടെന്ന്. ഭക്തിക്ക് എന്താ അസുരനാണെന്നോ ദേവനാണെന്നോ ബ്രാഹ്മണൻ വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു പുസ്തകത്തിലും പറഞ്ഞില്ല. ഭാഗവതത്തിൽ വ്യക്തമായിട്ട് ഭക്തി സാധന ഗ്രന്ഥമായ ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്നു. മറ്റ് അന്യ സാധനങ്ങളെല്ലാം കേവലം എന്നുവെച്ചാൽ ഈ വ്രതങ്ങൾ നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത് പോലും ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എടുക്കരുതെന്നല്ല കേട്ടോ, അത് നമ്മുടെ സന്തോഷത്തിനാണ്, ഭഗവാനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ, ഭഗവാന് വേണ്ടി ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ച് ചെയ്യുന്നതാണ്. അത് ഭഗവാനോടുള്ള ഭജനത്തിൻ്റെ ഭാഗമായിട്ടേ കരുതാവുള്ളൂ. അല്ല ഇത് സാധിക്കാൻ വേണ്ടി എന്നുള്ള ഒറ്റ വ്രതം ഏകാദശി വ്രതമേ ഉള്ളൂ. എനിക്കൊന്നും സാധിക്കാൻ വേണ്ടിയല്ല ഏകാദശി ഞാൻ എടുക്കുന്നത്, ഭഗവാനോടുള്ള സ്നേഹത്തിനാണ്. ആരും വേണേ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യമൊന്നും ഓർക്കരുത്. അവരവരെടുക്കുന്നത്, ഏകാദശി എടുക്കുന്നവർക്ക് യാതൊരു ലക്ഷ്യവുമില്ല. ഞാൻ ഇത്ര ഏകാദശി എടുത്തോളാം എന്നൊരു പ്രാർത്ഥനയും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഏകാദശിയുടെ വ്രതത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വ്രതങ്ങളോ ദാനങ്ങൾ ഒരുപാട് ദാനം ചെയ്തിട്ടുണ്ട്. ചിലർ പറയും ഞാൻ അത്രയും ദാനം ചെയ്തു എനിക്ക് പുണ്യം കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലും വേണ്ടെന്നല്ല, അത് ഒരു നിസ്സാരമാണ്. അതൊന്നുമല്ല കാരണം. ഭക്തിക്ക് പ്രാധാന്യമേ ഇല്ല അതിനൊന്നും. ഭക്തി ഭഗവാനോടുള്ള ഇഷ്ടം, പരമപ്രേമം. ഭഗവാൻ എന്നെ രക്ഷിച്ചുകൊള്ളും, എനിക്ക് ഭഗവാന്റെ ഇച്ഛയെ നടക്കൂ, അതാണ്. എന്നെ രക്ഷിച്ചുകൊള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ശിക്ഷയാണ് കിട്ടുന്നതെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ സന്തോഷപൂർവ്വം അത് നമുക്ക് ശിക്ഷയായിട്ട് തോന്നുന്നതാണ്. അത് ഭഗവാൻ ശിക്ഷിക്കുന്നതല്ല, നമ്മളെ പലപ്പോഴും രക്ഷിക്കുന്നതായിരിക്കും. നമുക്കൊരു ശിക്ഷയായിട്ട് നമുക്ക് കുറച്ച് നാളത്തെ അനുഭവം വരുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അതൊരു ശിക്ഷയാണ്, ഭഗവാൻ എന്തിനെന്നെ പരീക്ഷിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭഗവാൻ ആരെയും പരീക്ഷിക്കുന്നൊന്നുമില്ല. ഭഗവാൻ അവിടെ ഒന്നും ഇരുന്ന് പ്രത്യേകം ചെയ്യുന്നില്ല. നമുക്ക് ഉള്ള വാസനകൾ അതുപോലെ നമ്മൾ അനുഭവിക്കണം. അത് ഏത് ആൾക്കാണേലും എന്തോ സംഭവിച്ചാലും അത് നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. ഏതോ ജന്മത്തിൽ ചെയ്ത ഏതോ കർമ്മത്തിൽ കൊണ്ട് അതിങ്ങനെ ഇതിനകത്ത് വന്നു പെട്ടു. അതിൽ നിന്ന് ഭഗവാനെ ആശ്രയിച്ചാൽ എന്ത് കൊള്ളണമെന്ന് ചോദിച്ചാൽ, ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഇതൊരു ദുഃഖമാകുന്നില്ല. അതിലും വലിയത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നുള്ള ധൈര്യമുള്ളവർക്ക്
ഒരുപാട് സുഖം കയ്യിലിരിക്കുന്ന ഒരാളിന് മറ്റേത് ദുഃഖം അവർക്ക് തൃണം പോലെയുള്ളൂ. ഒരുപാട് ഒരു ക്വിൻ്റൽ കണക്കിന് നമ്മൾ ഭരണിക്കകത്ത് അടച്ച് അണ്ടർഗ്രൗണ്ടിൽ അടച്ച് പഞ്ചസാര സൂക്ഷിച്ച് വെച്ചിരിക്കുക, അല്ലെ എണ്ണ സൂക്ഷിച്ച് വെച്ചിരിക്കുകയെന്നിരിക്കട്ടെ. നമ്മളോട് ഇല്ലെന്ന് പറഞ്ഞോ അല്ലെ പഞ്ചസാര ഇല്ലെന്ന് പറഞ്ഞോ നമ്മുടെ പാത്രത്തിനകത്ത് എടുത്തു വെക്കുന്ന പാത്രത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കാറുണ്ടോ? നമുക്ക് ഇനി എന്നാ ചെയ്യുമെന്ന് ഓർത്ത് വേവലാതിപ്പെടാറുണ്ടോ? ഇല്ല. ഇപ്പം പറയണ ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ അടുപ്പുള്ള ആളിന്, അതായത് വീടുകളിലെ അടുപ്പ് അകത്ത് തന്നെ വിറക് കൂട്ടി കത്തിക്കാൻ പറ്റുന്നവർക്ക് ഇപ്പോൾ ഗ്യാസ് തീരുമെന്ന് പറഞ്ഞ് എല്ലാവരും കിടന്നും പ്രാണവേദന എടുക്കുന്നുണ്ട്. ഈ അടുപ്പും വിറകും ഉള്ള ഒരാളിനെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രശ്നമാണോ? അല്ലല്ലോ. ഈ ഗ്യാസ് തീരുന്ന ഒരു പ്രശ്നമേ അല്ല. എന്ന് പറഞ്ഞതുപോലെ പഞ്ചസാര സ്റ്റോക്ക് ചെയ്ത് വളരെ നാളത്തേക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് എന്നും എടുക്കുന്ന ആ പാത്രത്തിൽ പഞ്ചസാര കുറഞ്ഞെന്നും പറഞ്ഞ് ആരും വേവലാതിപ്പെടാറില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ധാരണയുണ്ട് മറ്റേത് അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന്. ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നമുക്ക് ബന്ധിപ്പിക്കാം. ഭക്തി മുഴുവനായിട്ടുണ്ടെങ്കിൽ, നമുക്ക് പൂർണ്ണമായ ഭക്തിയാണ് ഭഗവാനിൽ ഉള്ളതെങ്കിൽ നമുക്ക് വരുന്ന ദുഃഖങ്ങൾ നമുക്ക് ചെറുതാണ്. അത് വലിയ കാര്യമൊന്നുമല്ല. ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഭഗവാനാണല്ലോ എനിക്ക് സന്തോഷം തരുന്ന ആ നിത്യമായ ആനന്ദത്തെ ഉപാസിക്കുന്ന ആളിന് ഒരിക്കലും ഒരു ദുഃഖം എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ടാകുന്നില്ല. സംഭവിക്കാനുള്ളത് സംഭവിക്കുന്നു എന്ന് കരുതാനുള്ളൊരു ശക്തി അത് നമുക്ക് തരുന്നത് ഭഗവാനാണ്. പിന്നെ തതോഹരോ ഭഗവതി ഭക്തിം ഗുരുദാനവാഹ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ. ഒന്നുമില്ല ഇതിനകത്ത്. ഭക്തി കൊണ്ട് മാത്രമേ ഹരിപ്രസാദം ഉണ്ടാവുകയുള്ളൂ. ഹരിപ്രസാദത്താൽ മാത്രമേ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. തതോ ഹരൗ ഭഗവതി ഭക്തിം കുരുത ദാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂത ആത്മനീശ്വരെ ദൈതേയായക്ഷരക്ഷാംസി സ്ത്രീയ ശൂദ്രാവ്രജ ഉകസഹ ഖഗ മൃഗ പാപജീവാഹ സന്ധി ഹി അച്യുതതാം ഗതാഹ. അത് ആരെന്നില്ല, എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈത്യന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, സ്ത്രീകൾ, ശൂദ്രന്മാർ, പിന്നെ ഈ ജീവന്മാരെല്ലാം കൂടി ഭഗവത് ദർശനം, സ്പർശനം, അതേപോലെ ശരണാഗതി ചെയ്യുക, ഭഗവാന്റെ അസ്ത്രാഘാതം മുതലായവ നിമിത്തം പുനരാവർത്തിരഹിതമായ, അതായത് മോക്ഷത്തെ തന്നെ പ്രാപിച്ചിട്ടുണ്ടെന്ന് നമുക്കൊരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഭക്തിപൂർവ്വം ഭജിക്കുന്നവർക്ക് മുക്തരാകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതിനകത്ത് ഒത്തിരി ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം പാപജീവന്മാർക്കൊക്കെ ഭഗവത് ദർശനം കൊണ്ടും സ്പർശനം കൊണ്ടും ശരണാഗതി പ്രാപിച്ചത് കൊണ്ടുമൊക്കെ, അതുപോലെ ഭഗവാന്റെ അസ്ത്രമേറ്റ് മരിച്ചവർക്ക്, അതൊക്കെ ഓരോരുത്തരെ ഉദ്ദേശിച്ച് അതൊക്കെ നിങ്ങൾ തന്നെ ഓർത്തെടുത്തോണം കേട്ടോ. കഥകളിൽ രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കഥകളിൽ നിന്ന് ഊഹിച്ചെടുത്തോണം ആർക്കൊക്കെയാണ് അങ്ങനെ പരമമായ ഭക്തി ഉണ്ടായിരുന്നതും ഭഗവാന്റെ ഈ ഒരു കാര്യം കൊണ്ട്. അത് അസ്ത്രം ഏറ്റ് മരിച്ചപ്പോൾ മരണമില്ലാത്ത അവസ്ഥ, അതായത് മുക്തിയെ പ്രാപിച്ച ബാലിയുടെ കഥയും ജടായുവിൻ്റെ കഥയും ഒക്കെ എടുക്കാം. പക്ഷികൾ അതൊക്കെ രക്ഷപ്പെട്ട കഥ. അയതാവാനേക ലോകേസ്മിൻ പുംസ സ്വാർത്ഥ പരസ്മൃത ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഏതാവാനേവ ലോകേസ്മിൻ പുംസ സ്വാർത്ഥ പരസ്മൃത ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഇതെല്ലാം ഈ 2 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ഈ ശ്ലോകമാണ്. അതുകൊണ്ട് ഈ അധ്യായം ഉപസംഹരിക്കുക. സംസാരത്തിൽ ഈ ശരീരം ധരിച്ചൊരുവൻ എവിടെ നിന്നോ വന്നുവോ ആ ജീവിതത്തിൻ്റെ പരമപ്രയോജനം ഇത് മാത്രമാണ്. എന്ത് തത്വം അറിഞ്ഞിരിക്കുന്ന ആ മഹാത്മാക്കൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ഭഗവാനോടുള്ള ആ ഭക്തി ജനന മരണ ക്ലേശങ്ങളെ തീർത്ത് പരമാനന്ദം. ജനന മരണങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം, കൂവളം വെച്ച കഥ പറഞ്ഞ പോലെ മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജനിക്കാതിരിക്കണം. അപ്പോൾ ഈ ജനിക്കാതിരിക്കാൻ എന്താണ്? ഭഗവാനിൽ അലിഞ്ഞു ചേരുക, ആ ഭഗവാനായിത്തീരുക. ആത്മാവ് ഭഗവാനാണെന്ന് പറയുന്ന ആത്മാവ്, നമ്മളെ വിട്ടുപോകുന്ന ആത്മാവ് പിന്നെ എങ്ങോട്ടും പോകുന്നില്ല, ഭഗവാനിൽ തന്നെ ചെന്ന് ചേരുന്നു. നമ്മൾ ഓരോരുത്തരിലും ഇരിക്കുന്നു. ഇനിയും വരുന്ന ജന്മങ്ങളിൽ ഒന്നും ജന്മങ്ങളായിട്ട് എടുക്കണ്ട, നമ്മൾ ഈ ഭഗവത് സ്വരൂപമായ ആത്മാവായിട്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരുന്നോളും. അപ്പം നമ്മൾ മരിച്ചു പോകുന്നോ ഇരിക്കേണ്ട കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇവിടെ പിന്നീട് ജനിക്കുന്നില്ല, ഒരു ജീവിയായിട്ട് നമ്മൾ ജനിക്കുന്നില്ല ഒന്നുമായിട്ട്. ആ ജീവനായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിച്ചോളും. നമ്മൾ ഭഗവാനാണ്, ചൈതന്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ജീവൻ, പ്രാണൻ, ആത്മാ എന്നൊക്കെ പറയുന്ന ആ കാര്യം അത് എന്താണ്?
സത്യത്തിൽ ഭഗവാനാണ്. ആ ഭഗവാനായ നമ്മളും ഭഗവാനാണ്, പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്കുണ്ട്, എന്താ വിഷയവാസനകൾ, അത് വേണമെന്നുള്ള ആഗ്രഹം. ഇതൊന്നും ഇല്ലാത്ത ഒരാളിനെ, ഭഗവാനെ പൂർണ്ണമായിട്ട് സേവിക്കുന്ന ഒരാളിന് ഭഗവത് സാക്ഷാത്കാരം കിട്ടും. അതായത് സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ മോക്ഷം ലഭിക്കും. പിന്നെ നമുക്കൊന്നും ആലോചിക്കാനില്ല. ഈ ഭക്തിയുടെ ലക്ഷണങ്ങൾ ആദ്യം തൊട്ടേ പറഞ്ഞു. അതായത് സ്ഥാവര ജംഗമം മുതലായ സർവ്വഭൂതങ്ങളിലും വസിക്കുന്നത് ഭഗവാൻ തന്നെ എന്നറിഞ്ഞ് അതെല്ലാം ഭഗവാന്റെ ഓരോ രൂപങ്ങളാണെന്ന് മനസ്സിലാക്കി അവരെല്ലാം നമ്മൾ അംഗീകരിക്കുക. എല്ലാ ജീവജാലങ്ങളെയും, വൃക്ഷങ്ങളെയും, പൂക്കളെയും, ചെടികളെയും, അവിടെ വരുന്ന ശലഭങ്ങളെയും, മനുഷ്യരെയും, ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയൊക്കെ ഭഗവാനാണ് കരുതുക. അതിനകത്തൊക്കെ ഉണ്ടെന്ന് കരുതുക ചൈതന്യം. സർവത്ര നിറഞ്ഞു നിൽക്കുന്നത് ഈ ഭഗവാൻ മാത്രമാണ്, മഹാവിഷ്ണു മാത്രമാണ്. ആ ഉണ്ണിക്കണ്ണനാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ആ ഉണ്ണിയാണ് എന്ന് ദർശനം നിമിത്തം നമുക്ക് സർവഭൂത മായ ഭക്തി ലക്ഷണം എന്ന് സാരം. ഇതാണ് ഭക്തിയുടെ ലക്ഷണം. ഇനി ആരും ഭക്തി എന്താണെന്ന് ചോദിക്കരുത്. ഭക്തി എന്ന് പറഞ്ഞാൽ പരമപ്രേമം. അതായത് ശരണാഗതന്മാരോട് ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുക. കുറച്ചല്ല, പൂർണ്ണമായിട്ട്. ഭഗവാനാണ് ഉള്ളത്. ഭഗവാന്റെ ആ ഇച്ഛയെ നടക്കൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഭഗവാന്റെ ഇച്ഛ എന്താണോ അതുപോലെ നടക്കും. അതുപോലെ നടക്കൂ. നമ്മൾ കിടന്ന് ബഹളം വെച്ചിട്ടോ പരാതിപ്പെട്ടിട്ടോ ഭഗവാനോട് പരാതിപ്പെട്ടിട്ടോ മറ്റുള്ളവരോട് ഭഗവാനെ പറ്റി പരാതിപ്പെട്ടിട്ടോ ഞാൻ എത്ര ഇത് ചെയ്തതാണ്, എന്നിട്ട് എനിക്ക് ഭഗവാൻ എന്താ ഈ അനുഭവം തന്നതെന്ന് ചോദിക്കാതിരിക്കുക. അങ്ങനെ ചോദിക്കേണ്ട യാതൊരു വിഷയവുമില്ല. കാരണം ചോദിക്കാൻ നമ്മൾ അർഹരല്ല. നമുക്ക് അർഹതപ്പെട്ടതാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മളെന്തിനാണ് അതിനെക്കുറിച്ച് ക്ലേശിക്കുന്നത്? അത് അനുഭവിച്ച് തീരുക തന്നെ. പക്ഷേ ആ പരമമായ ഭഗവാനിൽ ഭക്തി ഉണ്ടാകുക. ഭഗവാന്റെ ഇച്ഛ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. ഇത് തീരുമല്ലോ. അടുത്തത് നമുക്ക് വേറെന്തോ വെച്ചിട്ടുണ്ട്. ഇപ്പം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് സുഖം വെച്ചിട്ടുണ്ട്. ഇപ്പം സുഖം വെച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖവും വെച്ചിട്ടുണ്ടെന്ന് ഓർത്തോളുക. അപ്പോൾ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ. അപ്പം നമ്മളെപ്പോഴും ഇരിക്കുന്ന അവസ്ഥ സ്ഥിരമാണെന്ന് കരുതാതിരിക്കുക. നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥ ഏത് അവസ്ഥയിലാണേലും, ദുഃഖമാണേലും സുഖമാണേലും ആരോഗ്യമാണേലും അനാരോഗ്യമാണേലും സമ്പന്നനാണേലും ദരിദ്രനാണേലും ഈ അവസ്ഥ എന്നും ഉള്ളതല്ലെന്ന് നമ്മുടെ മനസ്സിൽ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുക. എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാം, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് ഞാൻ ആ ഓളത്തിനനുസരിച്ച് പൊക്കോളുക എന്ന് മാത്രം. ഹരി ഓം. ഈ അധ്യായം കഴിഞ്ഞ്. ഹരി ഓം. സന്തോഷം. ഹരി ഓം.